ജുഡീഷ്യൽ കമ്മീഷനുമായി 100% സഹകരിച്ചത്. പക്ഷേ ഇത് ഒരു കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനുള്ള അധികാരം ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അത് കമ്മീഷനിലൂടെ പരിഹരിക്കേണ്ടതല്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്, അതായത് 33 വർഷം പോക്കുവരവ് നടത്തി പൊസഷൻ അനുഭവിച്ച് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയെ ഒരാൾക്ക് പോലും, അതായത് ഈ 610 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഇവർ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. അത് നീതി നിഷേധമാണ്. ഒരു ഗവൺമെൻറ് ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമത്തിൽ ഗവൺമെൻറ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് നീതിയുടെ ഉന്മൂലനത്തിലാകരുത്, നീതി നടപ്പിലാക്കി തരുന്നതിലൂടെ ആയിരിക്കണം. ഇവിടെ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ പേരിൽ അടിയന്തിരമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരണം. കാരണം പോക്കുവരവ് ചെയ്ത് താമസിക്കുന്ന 33 വർഷമായിട്ട് താമസിക്കുന്ന ഞങ്ങൾക്ക് നോട്ടീസ് തരാതെയാണ്, ഞങ്ങളെ കേൾക്കാതെയാണ് അവർ ഏകപക്ഷീയമായി ഈ റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിച്ചത്. ശരിയായ നിയമോപദേശം സ്വീകരിച്ചിട്ടാണെങ്കിൽ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്കറിയാതെ നിഷേധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് സത്വരം ഇടപെടണം. അത് ഗവൺമെൻറ്റിന് അതിനുള്ള അധികാരം, പവർ ഉണ്ട് എന്ന് ഇവിടെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കമ്മീഷൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്രയും സമയം, നവംബർ 28-ാം തീയതി മുതൽ ഈ ദിവസം വരെയുള്ള ഈ സമയം വേസ്റ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അധികാരമുള്ള ഗവൺമെൻറ് ആ അധികാരം ഒരു ഏകപക്ഷീയമായിട്ടാണ് റദ്ദ് ചെയ്തത്. പക്ഷേ അത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിനുള്ള സത്വര നടപടികൾ ഗവൺമെൻറ് കൈക്കലാക്കണം. അതായത് ഇനി കമ്മീഷന്റെ പിന്നാലെ കമ്മീഷന്റെ അധികാരം പുനഃസ്ഥാപിക്കാനോ അല്ല അതിനെ സർക്കാരിന്റെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാതെ സർക്കാരായിട്ട് ഇടപെടണമെന്നാണ്. തീർച്ചയായിട്ടും. കാരണം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഞങ്ങളല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അഡ്വക്കേറ്റ് ജനറലിനെ, അതേപോലെ തന്നെ ഞങ്ങളും വക്കീൽമാരെ വെച്ചിരുന്നു, ഫറൂഖ് കോളേജ് വക്കീൽമാരെ വെച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം. ഗവൺമെൻറ് ഞങ്ങളോട് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളുടെ അറിവോടെയല്ല ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും ശരി, മുനമ്പത്തെ ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം അടിയന്തരമായി ഉണ്ടാകും. ആ അടിയന്തര പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജുഡീഷ്യൽ കമ്മീഷനാണ് വരുന്നതെന്ന് പറഞ്ഞത്. ഞങ്ങൾ വളരെ ശക്തമായി അതിനെതിർക്കുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ഞങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ല എന്നും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹകരിച്ചു. പക്ഷേ ഞങ്ങൾ അത് വൃഥാവിലായി. ഞങ്ങൾ കോട്ടപ്പുറം രൂപത ബിഷപ്പുണ്ട്, SNDP നേതൃത്വമുണ്ട്, അതേപോലെ തന്നെ വേട്ടുവ മഹാസമുദായത്തിലെ ആളുകളുണ്ട്, പുലയ സമുദായത്തിലെ ആളുകളുണ്ട്. എല്ലാവരുമായി ചേർന്ന്, എല്ലാ ധീവര സമുദായത്തിലെ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് അടിയന്തരമായി ഞങ്ങൾ മീറ്റിങ്ങുകൾ കൂടി സത്വര നടപടികൾ ഞങ്ങൾ എടുക്കും. സമയം നീട്ടാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ സമയത്ത് ഇത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ആവശ്യമില്ല. 2008 ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് എത്രയോ വർഷങ്ങളെടുത്തു. അത് ശരിയായ രീതിയിലായിരുന്നില്ല. വീണ്ടും താമസം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്ന് സമരമെല്ലാം ഗവൺമെൻറ് പറയുന്നത് പോലെ വളരെ ചെറിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ പള്ളിമുറ്റത്ത് മാത്രമിരുന്നു ഞങ്ങൾ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന കോടതി ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം? ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാനുള്ള അധികാരമുണ്ടെന്ന് ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണം. കോടതി പറഞ്ഞത് വഖഫ് ഭൂമിയുടെ മേലുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിനാണ്, വഖഫ് ബോർഡിനാണ് എന്നാണ്. അതായത് വഖഫ് ഭൂമിയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് കോടതി എന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, വഖഫ് ഭൂമി അല്ല എന്ന് കോടതി പലവട്ടം പറഞ്ഞു. എതിർകക്ഷികൾ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും പരാമർശം നടത്തിയപ്പോൾ, വഖഫ് ഭൂമി എന്ന് പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് ട്രൈബ്യൂണലാണ്. അതിനു മുൻപേ നിങ്ങൾ വഖഫ് ഭൂമി എന്ന് പറയരുതെന്ന് ജഡ്ജി പലവട്ടം പരാമർശിച്ചതാണ്.
അല്ല, ജുഡീഷ്യൽ കമ്മീഷന് വേണ്ട എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കിനെ ഞങ്ങൾ 100% വിശ്വസിച്ചു. അത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ശാശ്വതമായി ഇതിലൂടെ പരിഹാരം നിങ്ങൾക്ക് മുൻപത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കിനെ ഞങ്ങൾ മുഖവിലേക്കെടുത്തു. വക്കഭൂമിയാണെന്ന് ഒരു കോടതിയും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 35 വർഷമായി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണിത്. ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തരാണ്ട് വഖഫ് ബോർഡ് ചെയ്ത് വളരെ നീതികേടായിപ്പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്ന കമ്മീഷന് തന്നെ കേസിൽ കുടുക്കി. അതിപ്പോൾ പെരുവഴിയിലായി. ഇനി മുമ്പോട്ടുള്ള ഞങ്ങളുടെ നീക്കങ്ങൾ വളരെ ശക്തമായിരിക്കും. സമരം വളരെ ശക്തമായിട്ട് ഞങ്ങൾ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കോടതി പോലും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയാത്ത സാഹചര്യത്തിൽ കമ്മീഷൻ്റെ അധികാരം എങ്ങനെ ഇല്ലാണ്ടായി എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. സർക്കാർ അപ്പീൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പീൽ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, അതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഗവൺമെൻറ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഗവൺമെൻറ്റിന് അതിന് അധികാരം കൊടുക്കാൻ പല വഴികളുണ്ട്. അതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോകാം. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അത് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷന് ആവശ്യമില്ല, ഇത് സമയം നീട്ടാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടത്. വേറെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പല തീരുമാനങ്ങളുണ്ടാവും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉടനെ അപ്പീൽ പോവും, വേഗത്തിലുള്ള വാദങ്ങൾ നടക്കും. പക്ഷേ ഞങ്ങൾ അതിനോടൊന്നും ഇനി സഹകരിക്കാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും ഉണ്ടാവും.